ടിബറ്റൻ സമൂഹത്തെ അവർക്ക് കീഴടക്കണമെങ്കിൽ അവരുടെ ആത്മീയ കേന്ദ്രമായ തവാങ് മൊണാസ്ട്രി അല്ലെങ്കിൽ തവാങ് അവരുടെ ഭാഗമായിരിക്കും. കേരളത്തിലെ സർവകലാശാലകളിലൊക്കെ തന്നെ ചൈനയ്ക്ക് അനുകൂലമായ പഠനങ്ങളല്ലാതെ ചൈനയ്ക്കെതിരായ പഠനങ്ങൾ ഇന്ത്യൻ സർവകലാശാലകളിൽ നാളിതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും പാലസ്റ്റീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്നും 5 ലക്ഷത്തോളം ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട്. കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രത്തിൽ 1962 വരെ ഒരിക്കലും ഇന്ത്യക്ക് വടക്ക് നിന്നൊരാക്രമണം ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ നടന്ന ആദ്യത്തെ ദിവസം തന്നെ ആദ്യം ചൈനയെ അംഗീകരിച്ച ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ടിബറ്റിനൊരിക്കലും സ്വതന്ത്രമായ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് നെഹ്റു സർക്കാർ ഒപ്പുവെച്ചു. ഇടതുപക്ഷ ബുദ്ധിജീവികളാണല്ലോ നമ്മുടെ അക്കാഡമിക് കൈകാര്യം ചെയ്യുന്നത്. അവർക്കും ചൈനയെ ഒരു വില്ലനായി പ്രതിഷ്ഠിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന അതിർത്തി തർക്കം വീണ്ടും ശക്തമാവുകയാണോ? അരുണാചലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വീണ്ടും ശക്തമാകുന്നത് എന്തുകൊണ്ട്? ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും? പരിശോധിക്കാൻ നമ്മോടൊപ്പം ചേരുന്നു കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറും വിദേശകാര്യ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ ജയപ്രസാദ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. സർ, ഈ അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഉയർന്നു വരികയാണോ? ഇന്ത്യയുടെ അധികാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ അവകാശം ശക്തമായി വിനിയോഗിക്കുകയല്ലേ ചെയ്യുന്നത്? അവിടെ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ തർക്കത്തിൻ്റെ ആധാരം? ഈ ഓഗസ്റ്റ് ആദ്യവാരം അരുണാചൽ പ്രദേശിലെ 27 സ്ഥലങ്ങളെ അതിൻ്റെ ചരിത്രവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തിൽ ഇന്ത്യ പുനർനാമകരണം ചെയ്ത് ഒഫീഷ്യലി പ്രഖ്യാപിക്കേണ്ടായി. ആൾറെഡി ഈ പേരുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മളൊരു ചൈന കാലാകാലങ്ങളിൽ അരുണാചൽ പ്രദേശ് പൂർണ്ണമായിട്ടും ചൈനയുടെ ഭാഗമായിട്ടാണ് അവരുടെ ഒഫീഷ്യൽ മാപ്പിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല അവർ കാലാകാലങ്ങളിൽ പലപ്പോഴും പേരുകൾ അവർ പുതിയ പേരിട്ടിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് അരുണാചൽ പ്രദേശിനെ ചൈന ഒഫീഷ്യലി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഷാൻഗ്നാൻ എന്നുള്ള പേരിലാണ്. അതായത് സൗത്ത് ടിബറ്റ് എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് അവർ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സ്ഥലനാമം അവർ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് ഭാരതത്തെ സംബന്ധിച്ച് നമ്മൾ അരുണാചൽ പ്രദേശ് ചരിത്രാതീത കാലം മുതൽ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം അരുണാചൽ പ്രദേശിൻ്റെ ഒരു ഭാഗം നമ്മൾ തവാങ് ബെൽറ്റ് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്ന മേഖലയുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും വലിയ മൊണാസ്ട്രി നിലകൊള്ളുന്നത്. അപ്പം ചൈനയെ സംബന്ധിച്ച് ഈ എൻ്റെ അരുണാചൽ പ്രദേശ് ക്ലെയിം ചെയ്യുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തവാങ് റീജിയനാണ്. കാരണം ടിബറ്റൻ സമൂഹത്തെ അവർക്ക് കീഴടക്കണമെങ്കിൽ അവരുടെ ആത്മീയ കേന്ദ്രമായ തവാങ് മൊണാസ്ട്രി അല്ലെങ്കിൽ തവാങ് അവരുടെ ഭാഗമായിരിക്കണം. കാരണം ലാസയിൽ അവരൊരു പരിധിവരെ അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ടിബറ്റൻസിനെ ചൈന 1950 മുതൽ അവർ പിടിച്ചെടുത്തത് മുതൽ ടിബറ്റൻ ജനതയെ അവർ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ടിബറ്റനിലെ സമാധാനകാംക്ഷികളായ ജനങ്ങളെ അടിമപ്പെടുത്തി ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കിയാണ് കാലാകാലങ്ങളിൽ അവിടെ ഉണ്ടാകുന്ന ജനകീയ മുന്നേറ്റങ്ങൾ വരുമ്പോഴേക്ക് അതിനെ തച്ചുടയ്ക്കുന്ന ഒരു തരത്തിലുള്ള സമീപനമാണ് എടുക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഈ അവർക്ക് ഭയമാണ് തവാങ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ കാർട്ടോഗ്രാഫിക് അഗ്രഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഭൂപടം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം. അതായത് അയൽ രാജ്യത്തിൻ്റെ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതുതായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ഭൂപടത്തിലെ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ആ തരത്തിൽ ഉദാഹരണത്തിന് നമുക്ക് ഈ വിഷയം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പാകിസ്ഥാനിൻ്റെ മാപ്പിലൊന്നും തന്നെ കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല. ചൈനയുടെ ഒഫീഷ്യൽ മാപ്പിലൊന്നും കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ല. മറ്റ് പല ഇൻ്റർനാഷണൽ മാപ്പുകളിലും ഈ കാശ്മീരിനെ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെ ഭാഗമല്ലാതെ വേറൊരു കളറിലായിരിക്കും കാണിക്കുക, ഡിസ്പ്യൂട്ടഡ് ആയിട്ട്. അപ്പോൾ ഇതിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ ഈ തരത്തിൽ വൻശക്തികൾ ഉൾപ്പെടെ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡിനെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം. ആ തരത്തിലുള്ള ഒരു സമീപനമാണ്. അപ്പം അതുപോലെ ഈ തരത്തിൽ ഈ കാർട്ടോഗ്രാഫിക് അഗ്രഷൻ ചൈനയെ സംബന്ധിച്ചൊരു പുതുമയല്ല. ചൈനയ്ക്ക് 14 അയൽ രാജ്യങ്ങളുമായിട്ടും ഈ തരത്തിലുള്ള അതിർത്തി തർക്കമുണ്ട്. ഏതാണ്ട് പാകിസ്ഥാൻ ഒഴിച്ചുള്ള എല്ലാ അയൽ രാജ്യങ്ങളുമായിട്ടും അവർക്ക് തർക്കമുള്ളൊരു രാജ്യമാണ്. മാത്രമല്ല ചൈനയ്ക്ക് കരയിലും കടലിലും ഒരുപോലെ തർക്കമുള്ള രാജ്യമാണ്. അതായത് സൗത്ത് ചൈന സീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ. അപ്പോൾ അങ്ങനെ അത് ഫിലിപ്പൈൻസ് ആയിക്കോട്ടെ, മറ്റ് പല രാജ്യങ്ങളും, അത് ബ്രൂണയുമായിട്ട്, മലേഷ്യയുമായിട്ട്, ഇന്തോനേഷ്യ,
തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ മുതൽ വിയറ്റ്നാം, കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ടുള്ള വിയറ്റ്നാമിനെ ചൈന ആക്രമിച്ച രാജ്യമാണ് 79. അതുപോലെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അന്താരാഷ്ട്ര തലത്തിൽ പലപ്പോഴും നമുക്ക് ചില വിഷയങ്ങളുണ്ടാകുന്നു. പലപ്പോഴും അരുണാചൽ പ്രദേശിലെ ആളുകൾക്ക് വിസ കൊടുക്കാൻ ചൈന വിസമ്മതിക്കും. അതായത് അത് ചൈനീസ് പൗരന്മാരായതുകൊണ്ട് ഈ വിസ ഒരിക്കലും സ്വന്തം പൗരന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല. അപ്പം ചൈനയുടെ ലോജിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൽപ്പെട്ട അരുണാചൽ പ്രദേശിലെ ആൾക്കാർ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് ചൈനയിൽ പോകുന്ന സമയത്ത് അവർ വിസ കൊടുക്കാറില്ല. വിസ അവർ കൊടുക്കാൻ വരും ഈ സ്റ്റാപ്പിൾഡ് വിസയാണ് കൊടുക്കുന്നത്. അപ്പം ഒരു പെർമിഷൻ കൊടുക്കുന്നു എന്നുള്ള തരത്തിലാണ്. അപ്പം ഔദ്യോഗികമായി നമ്മുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യില്ല. അതായത് ഇന്ത്യയുടെ ഭാഗമായ അരുണാചൽ പ്രദേശിനെ അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ വിഷയങ്ങൾ നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ പലപ്പോഴും സാധാരണക്കാർ അറിയാതെ പോകുന്നതുകൊണ്ടാണ്. അപ്പം ഒരു പരിധിവരെ നമ്മുടെ രാജ്യം ചൈനയുടെ താല്പര്യത്തിന് കീഴടങ്ങി വേണം പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, പരമ്പരാഗതമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തെ തീർച്ചയായും നമ്മളതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ. ഈ വിഷയം ഇതിപ്പോൾ നമ്മൾ 2026 ഓഗസ്റ്റിലാണ് ഇന്ത്യ ഈ ഒഫീഷ്യൽ മാപ്പിംഗ് ഒഫീഷ്യലി ഒന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. പുതിയ നാമകരണം, നിലവിലുള്ള പേരുകൾ തന്നെ ഒഫീഷ്യലി നമ്മൾ പുനഃസ്ഥാപിക്കുന്നത്. കാരണം ചൈന വേറൊരു ക്ലെയിം ഉണ്ടായതുകൊണ്ടാണ് അതിന് ആ തരത്തിലുള്ളൊരു പ്രാധാന്യം വന്നത്. പക്ഷേ ഈ വിഷയം 1947 സ്വതന്ത്രമായി ഇന്ത്യ സ്വതന്ത്ര രാജ്യമായി 49 ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം നിലവിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പം ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവർ ടിബറ്റിനെ ചൈനയുടെ ഭാഗമായി ഡിക്ലെയർ ചെയ്തു. അപ്പം ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം നമ്മുടെ 5000 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരിക്കലും ചൈനയുടെ ഭാഗമായിട്ടില്ല. പലപ്പോഴും ചൈനയുടെ മേൽക്കോയ്മ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ആ തരത്തിൽ നമുക്കറിയാമല്ലോ ചരിത്രത്തിൽ. ഇപ്പോൾ ഇന്ത്യ, ശ്രീലങ്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണെങ്കിലും മ്യാൻമാർ പോലെയുള്ള മേഖലയുള്ള രാജ്യം, ഇതൊക്കെ പലപ്പോഴും വിശാല ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടാവാം. അതൊക്കെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നല്ല, അതൊരു പൊളിറ്റിക്കലി ചൈനയുടെ ഭാഗമല്ല ടിബറ്റ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ സർദാർ പട്ടേൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5000 വർഷത്തെ ചരിത്രത്തിൽ 1962 വരെ ഒരിക്കലും ഇന്ത്യക്ക് വടക്ക് നിന്നൊരാക്രമണം ഉണ്ടായിട്ടില്ല. ഇന്ത്യ നേരിട്ട എല്ലാ ആക്രമണങ്ങളും പടിഞ്ഞാറിൽ നിന്നും വടക്ക് പടിഞ്ഞാറിൽ നിന്നുമാണ്. ഒരിക്കലും നമ്മൾ ചൈനയുടെ ആക്രമണം നമ്മൾ നേരിടും. അതിന് പ്രധാന കാരണം ടിബറ്റ് എന്ന് പറയുന്ന ഒരു വിശാലമായ ഒരു രാജ്യം, ഒരു ഭൂപ്രദേശം, ഇന്ത്യയുടെയും ചൈന രണ്ട് വലിയ സംസ്കാരങ്ങളുടെ ഇന്ന് നിലനിൽക്കുന്ന 2 സംസ്കാരങ്ങളുടെ ഇടയിൽ ബഫർ സ്റ്റേറ്റായിട്ട് അത് കാശ്മീർ മുതൽ ആസാം വരെ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെ എൻഡ് വരെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1950 ചൈന ഒഫീഷ്യലി ടിബറ്റിനെ അനക്സ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് 1904 ടിബറ്റും ബ്രിട്ടീഷുകാരും തമ്മിലൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. 1914 ആംഗ്ലോ ടിബറ്റൻ എഗ്രിമെൻ്റ്, അതിലാണ് നമ്മൾ മക്മോഹൻ ലൈൻ, ഇപ്പോൾ ഇന്ത്യയും ടിബറ്റിൻ്റെയും ബോർഡറായിട്ട് കണക്കാക്കിയിരുന്നത് മക്മോഹൻ ലൈനാണ്. അപ്പം ഈ മക്മോഹൻ ലൈനെ അന്ന് ചൈന അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ബ്രിട്ടൻ ആയിരുന്നു ടിബറ്റിൻ്റെ മേൽക്കോയ്മയെ 1914 മുതൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് അതിനകത്ത് യാതൊരു റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ഈ റോള് ഇന്ത്യക്ക് കൊടുത്തു. അപ്പം ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതോടെ ചൈനീസ് റെഡ് ആർമി ടിബറ്റിലേക്ക് കടന്നു കയറി. അപ്പോൾ ഇന്ത്യയിലെ അവിടുത്തെ ഒഫീഷ്യൽസിന്, അതായത് വിശേഷം പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് പോലെ നമ്മുടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന വിദേശ വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകൾ നമ്മളായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മുടെ ആൾക്കാരെ നെഹ്റു ഗവൺമെൻറ് പിൻവലിച്ചു. അങ്ങനെ ചൈനയ്ക്ക് പൂർണ്ണ അധികാരം അവിടെ ലഭിച്ചു. നമ്മളായിട്ട് നമ്മളതിന് മാറിക്കൊടുത്തു. അന്ന് കമ്മ്യൂണിസ്റ്റ് ചൈനയെ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചിരുന്നില്ല, UNOയിലെ മെമ്പറല്ല. പക്ഷേ ഇന്ത്യ അതിനോട് അനുഭാവപൂർണ്ണമായ നിലപാടെടുത്തു. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ നടന്ന ആദ്യത്തെ ദിവസം തന്നെ ആദ്യം ചൈനയെ അംഗീകരിച്ച ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകരാജ്യങ്ങളൊക്കെ ചൈനയെ അംഗീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചൈനയെ പ്രീണിപ്പിക്കുന്ന ഒരു നയം എടുത്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ടിബറ്റിനെ അവർ കൈയടക്കുകയായിരുന്നു. അത് എന്തുകൊണ്ടായിരിക്കാം അന്ന് ഇന്ത്യ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്? അത് സോവിയറ്റ് താല്പര്യം ഉണ്ടാവണം. കാരണം സോവിയറ്റ് യൂണിയൻ്റെ സന്തതിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ചൈന രൂപം കൊള്ളുന്നത്. കാരണം ചൈനീസ് റവല്യൂഷൻ എന്ന് പറയുന്നത് മാവോ സേതുങ് എന്ന് പറയുന്നത് സോവിയറ്റ് പിന്തുണയിൽ തന്നെയാണ്. പിന്നീട് അവർ 2 ശത്രു രാജ്യങ്ങളായി മാറി. സ്റ്റാലിന് ശേഷമാണെങ്കിൽ പോലും
കമ്മ്യൂണിസ്റ്റ് ചൈന എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ്റെ ഒരു സൃഷ്ടി തന്നെയാണ്. അപ്പം അതിൽ നമ്മൾ സോവിയറ്റ് താല്പര്യം കൂടെ മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ചൈനയുടെ നിലപാടെടുത്തത്, അപ്പോൾ ചൈനയോടുള്ള ഒരു നിലപാടെടുത്തത്. അപ്പോൾ ഇതിൽ 1950 നവംബർ 7-ാം തീയതി അന്ന് നമ്മുടെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ പട്ടേൽ ഒരു ഒഫീഷ്യൽ ലെറ്റർ പ്രധാനമന്ത്രിക്ക് അയക്കിയിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്, ഒരു നീണ്ട കത്ത്. അതിൽ അദ്ദേഹം ഇന്ത്യയുടെ നെഹ്റു ഗവൺമെൻറ്റിൻ്റെ ചൈന നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഉള്ളൊരു കത്തായിരുന്നു. അതിൽ അദ്ദേഹം ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഇമ്പീരിയലിസം എന്നൊരു വേർഡ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ഇമ്പീരിയലിസത്തിനെ നമ്മൾ കരുതലോടെ കാണണമെന്നും നമ്മുടെ ഇതുവരെ നോർത്തിൽ നമ്മൾ ഒരു ആക്രമണം നമ്മൾ നേരിടാത്ത രാജ്യമാണെന്നും ടിബറ്റിൻ്റെ പരമാധികാരം സംരക്ഷിക്കണമെന്നും ഒപ്പം മറ്റ് അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ഭൂട്ടാൻ, സിക്കിം, അന്ന് സിക്കിം ഇന്ത്യയിൽ ചേർന്നിരുന്നില്ല, മ്യാൻമാർ, അന്ന് ബർമ എന്നാണ് പറയുന്നത്, ഈ രാജ്യങ്ങളുടെ ഐക്യം അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ഭാരതത്തിൻ്റെ അതിർത്തിയുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ് എന്നൊക്കെ ആ കത്തിൽ പറയുന്നുണ്ട്. അതിൽ വളരെ അക്കമിട്ട് ചൈനയുടെ റോളിനെ കുറിച്ച് പറയുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 1954 ഇന്ത്യ ചൈന എഗ്രിമെൻ്റ്, നമ്മൾ പഞ്ചശീല ഒപ്പുവെച്ചെന്ന് പറയുന്ന കരാറുണ്ടല്ലോ, ആ കരാറിൽ ഇന്ത്യ ടിബറ്റിനെ പൂർണ്ണമായിട്ടും ചൈനയുടെ ആധിപത്യത്തിന് വിട്ടുകൊടുത്തു. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ സൂസറാനിറ്റി എന്ന് പറയും, മേൽക്കോയ്മ. അപ്പോൾ ചൈന അതിനെ സ്പെഷ്യലി അഡ്മിനിസ്ട്രേറ്റഡ് റീജിയൻ എന്നുള്ള തലത്തിൽ ടിബറ്റിനെ ചൈനയുടെ ഭാഗമാക്കി മാറ്റി. അതായത് ചൈനയ്ക്ക് ടിബറ്റിനൊരിക്കലും സ്വതന്ത്രമായ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് നെഹ്റു സർക്കാർ ഒപ്പുവെച്ചു കൊടുത്ത കരാറിലൂടെ നമ്മൾ എഗ്രി ചെയ്യായിരുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? നമ്മളെ പുതിയ തലമുറ, നമ്മുടെ ജെൻസി തലമുറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എന്തുകൊണ്ട് അന്നത്തെ നമ്മുടെ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ടാണ് ചൈനയുടെ താല്പര്യം മാനിച്ചുകൊണ്ട് നമ്മൾ ടിബറ്റിൻ്റെ പരമാധികാരം ചൈനയിൽ നിക്ഷിപ്തമാകുന്ന എഗ്രിമെൻറ്റിൽ 54 നമ്മൾ ഒപ്പുവെച്ചു. 59 ടിബറ്റിൽ വലിയ കലാപമുണ്ടായി ചൈനയുടെ ആധിപത്യത്തിനെതിരായിട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ചൈന അതിനെ ലക്ഷക്കണക്കിന് പേരെ കൊന്നൊടുക്കി. ആ സമയത്താണ് ദലൈ ലാമ അവിടെ നിന്ന് നാട് വിട്ട് ഇന്ത്യയിൽ അഭയം തേടുന്നത്. അങ്ങനെ ദലൈ ലാമ ധർമ്മശാലയിൽ വരുന്നു, ഇന്ത്യയിൽ അഭയം കൊടുത്തു. അപ്പോൾ നെഹ്റു സർക്കാർ ചെയ്ത ഒരു നല്ല കാര്യം ദലൈ ലാമയെ തിരിച്ചു കൊടുത്തില്ല, അദ്ദേഹത്തിന് അഭയം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം ചൈന ദലൈ ലാമയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്ത പശ്ചാത്തലത്തിലാണ് 62 ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ 59 ഈസ്റ്റേൺ ലഡാക്ക്, ഇന്ത്യയുടെ ഭാഗമുണ്ടായിരുന്ന ഈസ്റ്റേൺ ലഡാക്ക് ചൈന പിടിച്ചെടുക്കുകയുണ്ടായി. 62 ചൈന ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇന്നത്തെ അരുണാചൽ പ്രദേശ് പൂർണ്ണമായിട്ടും ചൈനയുടെ കൈവശം വന്നിരുന്നു. ഏതാണ്ട് നമ്മുടെ ബ്രഹ്മപുത്രയുടെ വടക്കൻ ബോർഡർ വരെ ചൈന കടന്നു വന്നു. പിന്നെ ഏകപക്ഷീയമായി ചൈന വെടിനിർത്തി പിൻവാങ്ങുകയായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ചൈന പിൽക്കാലത്ത് വീണ്ടും അരുണാചൽ പ്രദേശിനെ ചൈനയുടെ ഭാഗമാക്കി മാറ്റുക ചെയ്തത്. അതായത് അവരുടെ മാപ്പിങ്ങിലെല്ലാം തന്നെ അവരുടെ ഭാഗമാക്കി മാറ്റി. നമ്മൾ അന്ന് അരുണാചൽ പ്രദേശ് എന്നുള്ള പേരല്ല നമുക്കുണ്ടായിരുന്നത്, നേഫ എന്നുള്ളതാണ്, നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി എന്നുള്ളതിലാണ് നമ്മുടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് അരുണാചൽ പ്രദേശ് നിലനിന്നിരുന്നത്. അപ്പോൾ അത് ഈ നേഫ എന്ന് പറയുന്ന പ്രദേശം ചൈനയുടേതാണെന്ന് ക്ലെയിം ചെയ്യുകയുണ്ടായി. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് ടിബറ്റിൽ കാലാകാലങ്ങളിൽ ടിബറ്റിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ചൈന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ടിബറ്റൻ ബുദ്ധിസ്റ്റ് ഒരു രാജ്യമാണ്, ഒരു മത സംവിധാനമാണ്. അതിനെ പൂർണ്ണമായിട്ടും ചൈനയ്ക്ക് കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെ ഒരുപാട് പരിഷ്കരണങ്ങൾ വരുത്തി. നമ്മുടെ ആയിരക്കണക്കിന് മൊണാസ്ട്രീസിനെ അവർ നശിപ്പിച്ചു. മറ്റ് പലതരത്തിലുള്ള സംവിധാനങ്ങൾ, വലിയൊരു കുടിയേറ്റം, ചൈനീസ് വംശജർ വന്ന് അവിടെ കുടിയേറ്റം നടത്തുകയുണ്ടായി. പക്ഷേ ഈ തവാങ് ഉൾപ്പെടുന്ന അരുണാചൽ പ്രദേശ് അവരുടെ പുണ്യകേന്ദ്രമാണ്. അപ്പം ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തവാങ്ങിലെ മൊണാസ്ട്രി. അപ്പം ലാസയെ പോലെ തന്നെ ഏറ്റവും വലിയ മൊണാസ്ട്രിയാണ്. അപ്പോൾ ഇന്ന് ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ കേന്ദ്രമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മറ്റേ ചൈനയ്ക്ക് അകത്താണ്. അപ്പോൾ ഇത് സ്വതന്ത്ര ഇന്ത്യയിലായതുകൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ തവാങ് ഉൾപ്പെടുന്ന മേഖലയെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ അവർ തയ്യാറായില്ല. മറ്റൊരു പ്രധാന വിഷയം, നമ്മൾ ജോഗ്രഫിക്കലായിട്ട് വരുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് സെൻട്രൽ ചൈനയും ഈ അരുണാചൽ പ്രദേശ് തമ്മിൽ 1600 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. അതുപോലെ നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാമല്ലേ, ഇന്നത്തെ കാലത്ത് മിസൈൽ അല്ലെങ്കിൽ നമ്മൾ ആ തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് ഈ മേഖലയിൽ
ചൈനയുടെ ഈസ്റ്റേൺ പാർട്ടുമായിട്ട് വളരെ ക്ലോസ് ആണ്. അപ്പോൾ ഏതാണ്ട് 2000 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഷാങ്ഹായിലെത്താനായിട്ട്. നമ്മൾ ഇവിടുന്ന് ഡൽഹിയിൽ പോകുന്ന ഡിസ്റ്റൻസ് പോലും ഇല്ല, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിൽ പോകുന്ന ഡിസ്റ്റൻസ് ഇല്ല നമുക്ക് അരുണാചൽ പ്രദേശിൻ്റെ ബോർഡറിൽ നിന്ന് ഷാങ്ഹായിൽ ചെല്ലാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മിസൈൽ സംവിധാനമുള്ളൊരു സിസ്റ്റത്തിൽ ചൈന ആ തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും ചൈന കാണുന്നുണ്ട്. മറ്റൊന്ന്, ചൈനയെ സംബന്ധിച്ച് ചൈന കേവലം ടിബറ്റിൽ മാത്രമല്ല ഈ തരത്തിലുള്ള ആധിപത്യം പുലർത്തിയത്. അവർ അതിന് സമാന്തരമായിട്ട് സിൻജിയാങ് എന്ന് പറയുന്ന അന്നൊരു ഇസ്ലാമിക രാജ്യമാണ്. അപ്പം ഉയ്ഗർ മുസ്ലിം സമൂഹം അതൊരു 1938 മുതൽ അവർ സോവിയറ്റ് പിന്തുണയത്തിന് റിപ്പബ്ലിക്കായിട്ട് പ്രവർത്തിക്കുന്നത്, അവരെ അനക്സ് ചെയ്തു. അതിൽ ഔട്ടർ മംഗോളിയ. അപ്പം യഥാർത്ഥ ചൈന ഇന്ന് നമ്മൾ കാണുന്ന ചൈനയുടെ 2/3 പ്രദേശവും ചൈന പിന്നീട് കീഴ്പ്പെടുത്തിയതാണ്. ജനവാസം കുറഞ്ഞ മേഖലകളിലാണ്, പക്ഷേ വളരെയധികം മറ്റ് പ്രകൃതി വിഭവങ്ങളുള്ള പ്രദേശമാണ്. അപ്പം അതുകൊണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം കേവലം ഇന്ത്യ മാത്രമല്ല ചൈനയുമായിട്ട് അതിർത്തി പ്രശ്നമുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് 1947 മുതലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ നയങ്ങൾ, വിശേഷിച്ച് ആദ്യകാലത്ത് 62 വരെ നമ്മൾ സ്വീകരിച്ച നയങ്ങളാണ് നമ്മൾക്ക് ഇന്ന് ഏറ്റവും വലിയ തലവേദനയായത്. അന്ന് സർദാർ പട്ടേൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകി. അതെ, സർദാർ പട്ടേൽ ഇത് വളരെ ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടിരുന്നു. അതിൽ ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ ആദ്യത്തെ അംബാസഡർ, അതിനു മുമ്പ് സ്വതന്ത്ര ഇന്ത്യ ആദ്യമായി നിയോഗിച്ച ചൈനയിലെ അംബാസഡർ സർദാർ കെ എം പണിക്കർ, മലയാളിയായ സർദാർ കെ എം പണിക്കരാണ്. അപ്പോൾ ഈ സർദാർ കെ എം പണിക്കർ കമ്മ്യൂണിസ്റ്റ് ചൈന ആകുമ്പോഴത്തേക്കും ഇന്ത്യ ചിയാങ് കൈഷേക്കിൻ്റെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ടാണല്ലോ മാവോയുടെ ഗവൺമെൻറ് വരുന്നത്. പക്ഷേ ഇന്ത്യ സർക്കാർ മാവോയുടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നു. അപ്പോൾ അംബാസഡർ പുതിയ രാജ്യത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിൻ്റെ PR, നമ്മൾ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അംബാസഡറായി മാറുന്നു. അപ്പോൾ അന്ന് സർദാർ പട്ടേൽ ആ കത്തിൽ ഇന്ത്യൻ അംബാസഡർ ചൈനയെക്കാളും ചൈനയോട് കൂറ് കാണിക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അത് ശരി. കാരണം ഈ വിഷയങ്ങളിൽ, വിശേഷിച്ച് ടിബറ്റൻ വിഷയത്തിൽ നമ്മുടെ നിലപാടുകൾ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടാണ്. മാത്രമല്ല ടിബറ്റൻ ജനത ഇന്ത്യയെ വിശ്വസിക്കുമ്പോൾ നമ്മളവരെ ചതിക്കുകയായിരുന്നു. ആ വാക്ക് തന്നെയാണ് സർദാർ പട്ടേൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ടിബറ്റിന് ഒരിക്കലും സ്വതന്ത്രമാകാത്ത തരത്തിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി അതിൻ്റെ ഇരയാക്കി മാറ്റിയത് 1954 ഇന്ത്യ ചൈന എഗ്രിമെൻ്റാണ്. നമ്മൾ പഞ്ചശീല തത്വങ്ങൾ പറഞ്ഞ എഗ്രിമെൻ്റാണ്. പക്ഷേ ആ പഞ്ചശീല തത്വങ്ങളിലെ അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് പരസ്പരം ആഭ്യന്തര വിഷയങ്ങൾ ഇടപെടലാണ്. ചൈന 1962 പഞ്ചശീല തത്വങ്ങളെ പൂർണ്ണമായിട്ട് അവഗണിച്ച് ഇന്ത്യയെ ഏകപക്ഷീയമായി ആക്രമിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു ദുഃഖസത്യം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ അത്തരത്തിൽ ചരിത്രപരമായ ഒരു ബ്ലണ്ടർ ഇപ്പോഴും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഇതിൽ ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് പറഞ്ഞിട്ട് മേജർ ഡാൽവി അന്ന് ഈസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡറായിരുന്നു. ചൈന ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഈസ്റ്റേൺ കമാൻഡിൻ്റെ കമാൻഡറായിരുന്നുള്ള അദ്ദേഹത്തെ ചൈന പിടിച്ചുകൊണ്ട് പോയി. ഏതാണ്ട് 1 വർഷത്തിലധികം ചൈനീസ് കസ്റ്റഡിയിലായിരുന്നു. അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം, അദ്ദേഹം വിരമിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ ബുക്കുണ്ട്, ഹിമാലയൻ ബ്ലണ്ടർ എന്ന്. ആ ഹിമാലയൻ ബ്ലണ്ടർ പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു ആ ബുക്ക് നിരോധിച്ചിരുന്നു. പക്ഷെ പിന്നീട് ആ ബുക്ക് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബുക്ക് നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ചരിത്ര പശ്ചാത്തലം പൂർണ്ണമായിട്ട് മനസ്സിലാവും. നമ്മുടെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമില്ലായ്മ, അവർ വ്യക്തിപരമായി നല്ല ആളുകളായിരിക്കാം, പക്ഷേ നമ്മൾ അന്താരാഷ്ട്ര പൊളിറ്റിക്സിൽ ഒരു രാജ്യത്തെ നമ്മൾ വ്യക്തിപരമായ മൂല്യങ്ങളുടെ മാനേജ് ചെയ്യുന്ന പോലെ നമുക്ക് അന്താരാഷ്ട്ര ബന്ധങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു പ്രിൻസിപ്പിൾഡ് ആയിട്ടൊരു പോളിസി ഇൻ്റർനാഷണൽ പോളിസിയിൽ പറ്റില്ല. രാഷ്ട്ര താല്പര്യം മാത്രമേ ഇൻ്റർനാഷണൽ പോളിസിയിൽ നിലനിൽക്കുള്ളൂ. ഇപ്പം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ആദ്യം ഡിക്ലെയർ ചെയ്തതാണ് ഇപ്പം നോൺ അലൈൻമെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ തുറന്ന നിലപാടാണ്. നമുക്ക് ഒറ്റ പോളിസിയുള്ളൂ, അത് ദേശീയ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഏതൊരു രാജ്യത്തിൻ്റെയും പ്രഥമ കർത്തവ്യമാണ്. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മുടെ ആദ്യകാലത്തെ ഭരണാധികാരികൾ ആ തരത്തിൽ കണ്ടില്ല. അതിന് പ്രധാന കാരണം നമ്മൾ ചൈനയെ ഭായിയായി കണ്ടതാണ്. പക്ഷേ ഈ നയതന്ത്ര വിഷയത്തിൽ അത്തരത്തിലൊരു റിലാക്സേഷൻ പോയത് അത് കൃത്യമായി പറഞ്ഞാൽ ഒരു മണ്ടത്തരം തന്നെയെന്ന്. നമ്മളൊരു വാല്യൂ ബേസ്ഡ് ഫോറിൻ പോളിസി സ്വീകരിച്ചതാണ് നമ്മുടെ അപകടം. അപ്പം ചൈന നമ്മുടെ സുഹൃത്ത് രാജ്യമായി കണ്ടു. അപ്പം നമ്മൾ ഈ ഇന്ത്യ ചൈന എഗ്രിമെൻറ്റിൽ 54 എഗ്രിമെൻറ്റിൽ പറയുന്നത് ടിബറ്റിൻ്റെ
കൾച്ചറൽ എൻറ്റിറ്റി ഉണ്ടല്ലോ, മതപരമായിട്ടുള്ള അവരുടെ എൻറ്റിറ്റി, അതിനെ ചൈനയുടെ ഭാഗമാകുമ്പോഴും അതിനെ നിലനിർത്തിക്കൊണ്ട് വേണം ചൈന അതിനെ കീഴ്പ്പെടുത്താൻ, അല്ലെങ്കിൽ ചൈനയുടെ ഭാഗമാക്കേണ്ടത്. പക്ഷേ ചൈന അത് സ്വീകരിച്ചില്ല. ചൈന അവരുടെ ഭാഗമായതുകൊണ്ട് ആദ്യം ചെയ്തത് കൾച്ചറലി ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ടിബറ്റിൻ്റെ മതപരമായ എൻറ്റിറ്റിയെ പൂർണ്ണമായിട്ടും തച്ചുടച്ചു, അതിക്രൂരമായ രീതി തച്ചുടയ്ക്കുന്ന ഒരു ശൈലിയാണ് ചൈന സ്വീകരിച്ചത്. അപ്പം ഇന്നും അരുണാചൽ പ്രദേശ് ചൈനയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നതിൻ്റെ പ്രധാന കാരണം ടിബറ്റിൻ്റെ ആത്മീയ നേതൃത്വം, അതായത് അവരുടെ ഏറ്റവും വലിയ മൊണാസ്ട്രി, ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഏറ്റവും വലിയ മൊണാസ്ട്രി നിലകൊള്ളുന്നത് ഇന്ത്യയിലാണ്, അരുണാചൽ പ്രദേശിലാണ്, തവാങ്ങിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടിബറ്റിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി എന്നുള്ള ഒരവസ്ഥയിലേക്ക് ചൈനയുടെ നേതൃത്വം ഇതുവരെ എത്തിയിട്ടില്ല. കാരണം അത് പൂർണ്ണമാകണമെങ്കിൽ അരുണാചൽ പ്രദേശ് കൂടെ, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ഇന്നത്തെ അരുണാചൽ പ്രദേശിൻ്റെ പകുതി ഭാഗം തവാങ് മേഖലയെങ്കിലും ചൈനയുടെ ഭാഗമാകണം. അതുകൊണ്ടാണ് ചൈന ഈ തരത്തിലുള്ള ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കാർട്ടോഗ്രാഫിക് അഗ്രഷൻ എന്നുള്ള തരത്തിൽ അവർ ഭൂപടത്തിൽ കൂടെ നമ്മുടെ പ്രദേശത്തെ അവർ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ ആഗോളതലത്തിൽ ഈ നിലപാടെടുക്കുന്നത്. പക്ഷെ നമ്മൾ ശക്തമായി ചേർത്ത് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം 2017 ഡോക്ലാം നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ചൈനയോടുള്ള സൗഹൃദത്തിനാണ്. പക്ഷേ അവിടെയും ഇന്ത്യ വഞ്ചിക്കപ്പെട്ടു. അങ്ങനെയാണ് ഡോക്ലാം ഇഷ്യൂ ഉണ്ടാകുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ശക്തമായി പിടിച്ചത് ചൈന ഏകപക്ഷീയമായി പിൻവാങ്ങുകയാണ് ചെയ്തത്. ഇതിനടുത്ത് വരുന്ന ട്രൈ ജംഗ്ഷനാണ്, ഇന്ത്യ, ടിബറ്റ്, ഭൂട്ടാൻ വരുന്ന മേഖലയാണ്. അപ്പോൾ അതിനുശേഷം ഡോക്ലാം ക്രൈസിസ് കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോൾ 2020 കോവിഡ് തുടങ്ങുന്ന സമയത്താണ് അവർ ഗാൽവാനിൽ വന്ന് നമ്മുടെ സേനയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് വഞ്ചനയും നേരിട്ട് 2017 2020 നമ്മൾ ചൈനയിൽ നിന്ന്. അപ്പം നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഇപ്പം നമ്മുടെ വ്യാപാര ബന്ധങ്ങൾ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോകുന്നു. ചൈനയ്ക്ക് അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു വ്യാപാര പോളിസിയെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ആ തരത്തിലാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചൈനയെ സാമ്പത്തികമായി നേരിടാൻ കഴിയില്ല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആ തരത്തിൽ അതുമായിട്ട് വളരെ ഡിപ്പെൻഡൻ്റ് ആണ്. അതെ. പക്ഷേ എന്നാൽ പോലും ഇത് ആഗോളതലത്തിലെ ഈ വിഷയത്തെ നമ്മൾ നേരിടാൻ കഴിയും നമുക്ക്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഭാവി എന്താകും എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്കൊരു അനിശ്ചിതാവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലേ? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബോർഡർ 3488 കിലോമീറ്ററാണ്. 3488 കിലോമീറ്ററാണ്. അതിൽ 1126 കിലോമീറ്റർ ഇന്നത്തെ അരുണാചൽ പ്രദേശിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പോൾ ഇത് ചൈന ഇതുവരെ ഇന്ത്യ ചൈന ബോർഡർ അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പറയുന്ന ബോർഡർ ചൈനയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രധാന മേഖലയിലൊക്കെ നമ്മൾ അതിനെ ലൈൻ ഓഫ് LAC, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ള തലത്തിലാണ് നമ്മളിപ്പം പറയുക. നമ്മൾ ഇൻ്റർനാഷണൽ ബോർഡറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാന കാരണം, നമ്മുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഈസ്റ്റേൺ ലഡാക്കിലെ അക്സായ് ചിൻ പ്രദേശത്ത് 40,000 ചതുരശ്ര കിലോമീറ്റർ ചൈനയുടെ കൈവശമാണ്. 62 യുദ്ധത്തിന് ശേഷം ആ ഭാഗം അവർ തിരിച്ചു തന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് പാക് ഒക്കുപൈഡ് കാശ്മീർ, പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീരിൻ്റെ 5180 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനയ്ക്ക് 1963 നൽകുകയുണ്ടായി. അങ്ങനെ ചൈനയുടെ ഒഫീഷ്യലി ഇന്ന് ചൈന ഏതാണ്ട് 90,000 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന ഔദ്യോഗികമായി ക്ലെയിം ചെയ്തിട്ടുണ്ട്. ചൈനയുടെ ഒഫീഷ്യൽ മാപ്പിൽ ഇന്നത്തെ ഇന്ത്യയുടെ 90,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നം അതുകൊണ്ടൊരു സ്ഥായിയായ സംഘർഷം നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഇന്ത്യ ചൈന ബോർഡർ. കാരണം രണ്ട് രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ച ഒരു ഇൻ്റർനാഷണൽ ബോർഡറില്ല. നമ്മളിപ്പോഴും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്നുള്ള തലത്തിൽ നമ്മുടെ വെടിനിർത്തൽ അല്ലെങ്കിൽ ആ തരത്തിൽ സേനകൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മുടെ ബോർഡർ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൗലികമായ വിഷയം. സർ, ഈ ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഇപ്പോൾ അങ്ങ് പറഞ്ഞത് വലിയ വിഷയമാണ്, ഗൗരവമേറിയ വിഷയമാണ്. എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നില്ല? എന്തുകൊണ്ട് അന്ന് നെഹ്റു ഭരണകൂടം അത്തരത്തിലൊരു നിലപാട്, ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആരും എതിർത്തില്ല ഇത് പൊളിറ്റിക്കലി? അല്ല, അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉൾപ്പെടെ
ആദ്യത്തെ പാർലമെൻറ്റിൽ നിരന്തരം ചർച്ച ചെയ്തു. അന്ന് സോഷ്യലിസ്റ്റുകളായിരുന്നു, സ്വതന്ത്ര പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയിലും പെട്ട അംഗങ്ങളായിരുന്നു ആദ്യകാലത്ത് ചൈനയ്ക്കെതിരായ ശക്തമായ നിലപാടെടുത്തും ടിബറ്റിന് വേണ്ടി നിലപാടെടുത്തത്. അന്ന് ജനസംഘം അതേപോലെ ആ സമയത്ത് 3 അംഗങ്ങളാണ് ആദ്യത്തെ പാർലമെൻറ്റിലുണ്ടായിരുന്നത്. അപ്പം വാജ്പേയി ഉൾപ്പെടെ ആളുകൾ ഈ വിഷയങ്ങളിൽ ആദ്യകാലങ്ങളിൽ തന്നെ ശക്തമായ നിലപാടെടുത്തിരുന്നു. നിർഭാഗ്യവശാൽ നമ്മുടെ അക്കാഡമിക് ചരിത്രത്തിലും ഡിസ്കഷനിലും ഈ വിഷയങ്ങൾ വലുതായിട്ട് കടന്നു വന്നില്ല. അതായത് ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിക്ക് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് ഗുണകരമാകില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ വീഴ്ചയാണ്, ഭരണത്തിൻ്റെ വീഴ്ചയാണ്. അത് രാജ്യത്തിനെതിരായി അവർ പ്രവർത്തിച്ചതല്ല, ഒരു ഗുഡ് ഇൻറ്റൻഷനിലാണ് നെഹ്റു നിലപാടുകളെടുത്തത്. പക്ഷേ അന്നത്തെ നമ്മൾ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ നമ്മുടെ റിയൽ പൊളിറ്റിക്സ് എന്നുള്ളത് റിയലിസം, അവർ റിയലിസ്റ്റിക് അപ്രോച്ചിൽ അദ്ദേഹം എടുക്കാത്തതാണ് ആ വീഴ്ച. നെഹ്റു തന്നെ പിൽക്കാലത്ത് പറയുകയുണ്ടായി. കാരണം ഹിന്ദി ചീനി ബായി ബായി എന്നുള്ള നമ്മുടെ ഒരു ഫേമസായ മുദ്രാവാക്യമായിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചതുപോലെ അവർ നമ്മളെ സഹോദര രാജ്യമായി കണ്ടില്ല. അപ്പോൾ അവർ വഞ്ചനയാണ് നടത്തുന്നത്. നെഹ്റു തന്നെ ആ വേർഡ് പിന്നീട് ഉപയോഗിച്ചു. അപ്പോൾ നെഹ്റുവിൻ്റെ ജീവചരിത്രം എഴുതിയവരൊക്കെ നെഹ്റു മെൻ്റലി ഡൗണായി 62-ലെ ചൈനീസ് ആക്രമണത്തെ തുടർന്ന്. അപ്പം ഒരുപക്ഷേ ചൈനയുടെ ആക്രമണമാണ് അദ്ദേഹത്തിനെ പൊളിറ്റിക്കലി മാനസികമായിട്ടും തകർത്തതും അദ്ദേഹം 64-ൽ മരിക്കുന്ന സാഹചര്യമുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ അത് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ടോട്ടലി അദ്ദേഹത്തിന് നിരാശനായി. കാരണം ചൈനയിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ പിന്നീട് ഇപ്പം ഞാനൊരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ട് കടന്നു വരുന്നത് 1975-ലാണ്. 1975-ലാണ് ഞാൻ പൊളിറ്റിക്കൽ സയൻസിലേക്ക് കടന്നത്. അപ്പോൾ എനിക്കിത് വളരെ അതിശയം തോന്നി. ഞാൻ കേരള സർവകലാശാലയിൽ പഠിക്കുമ്പോഴും പിന്നീട് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോഴും തന്നെ നമ്മുടെ അക്കാഡമിക് സർക്കിളിൽ കാര്യമായ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് വളരെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ട് ഉൾപ്പെടെയുള്ള ചില ബുക്കുകളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള മേജർ ഡാൽവിയുടെ ഡയറക്റ്റായിട്ട് ഈ മേഖലയിൽ അന്ന് വർക്ക് ചെയ്ത ഒരാളിൻ്റെ ഹിമാലയൻ ബ്ലണ്ടർ എന്നുള്ള ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യം, ഇതൊക്കെ തന്നെ അന്ന് ഇന്ദിരാഗാന്ധി സർക്കാർ നിരോധിച്ച ബുക്കാണെങ്കിൽ പോലും അതൊന്നും നമ്മളുടെ ചർച്ചാ വിഷയമായില്ല. കാരണം ഇടതുപക്ഷ ബുദ്ധിജീവികളാണല്ലോ നമ്മുടെ അക്കാഡമിക് കൈകാര്യം ചെയ്യുന്നത്. അവർക്കും ചൈനയെ ഒരു വില്ലനായി പ്രതിഷ്ഠിക്കുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. അപ്പം കേരളത്തിലെ സർവകലാശാലകളിലൊക്കെ തന്നെ ചൈനയ്ക്ക് അനുകൂലമായ പഠനങ്ങളല്ലാതെ ചൈനയ്ക്കെതിരായ പഠനങ്ങൾ ഇന്ത്യൻ സർവകലാശാലകളിൽ നാളിതുവരെ വന്നിട്ടില്ല. ഈ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഈ വിഷയത്തിലൊന്നും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. നമ്മുടെ അക്കാഡമിക് സമൂഹത്തിൽ ചൈനയെ ഇന്നും ഒരു വില്ലനായി കണക്കാക്കുന്നത് വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മുടെ പാർലമെൻറ്റിനകത്ത് വളരെ ചൂടേറിയ ചർച്ചകൾ ആദ്യകാലത്ത് കൃപലാനിയെ പോലെയുള്ള ആളുകളൊക്കെ ഇതൊക്കെ വളരെ ശക്തമായ നിലപാടെടുത്തത്. മാത്രമല്ല ടിബറ്റ് എന്ന് പറയുന്ന ഒരു ജനതയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായും തകർത്തെറിഞ്ഞ ഒരു പശ്ചാത്തലം കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും പാലസ്റ്റീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇന്നും 5 ലക്ഷത്തോളം ടിബറ്റൻ അഭയാർത്ഥികൾ താമസിക്കുന്നുണ്ട്. 59 മുതൽ ദലൈലാമ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമ്മുടെ സമൂഹം ഈ വിഷയത്തിൽ കാര്യമായ ഒരു ചർച്ച ചെയ്യുകയോ ടിബറ്റൻ അഭയാർത്ഥികളെ എങ്ങനെ നമ്മൾ തിരിച്ച് അവരെ രാജ്യത്തേക്ക് അയക്കുമെന്നോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകവും ഒരു പരിധിവരെ ആ തരത്തിലേക്ക് കാരണം ഇവർ വളരെ സമാധാനകാംക്ഷികളായ ഒരു ജനസമൂഹമായതുകൊണ്ട് ടിബറ്റൻ അഭയാർത്ഥി വിഷയം നമ്മൾ മറ്റ് ഗാസയിലോ പാലസ്റ്റീൻ വിഷയം പോലെ ഒരു ചൂടേറിയ വിഷയമായി പിന്നീട് പിൽക്കാലത്ത് മാറിയില്ല. അപ്പോൾ നമ്മുടെ അക്കാഡമിക് സമൂഹം ഈ മേഖലയിൽ കാണിച്ച ഈ അവഗണനയും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. അരുണാചലുമായി ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയത് ഇന്നലെയല്ല, അങ്ങ് 50കളിലാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഈ ചർച്ച ഇതിവിടെ അവസാനിക്കില്ല. നമ്മുടെ അതിർത്തി പ്രശ്നങ്ങൾ, നമ്മുടെ നയതന്ത്ര ബന്ധങ്ങൾ, നമ്മുടെ ഭാവി, ഇവയൊക്കെ തന്നെ സുഭദ്രമാക്കുന്ന വിധത്തിലുള്ള ഭരണ നടപടികൾ നമുക്ക് എത്രത്തോളം സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ട് നിലവിൽ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു സീരീസിൻ്റെ തുടക്കമായി നമുക്ക് ഇതിനെ കണക്കാക്കാം. ആ വിഷയത്തിൽ ആഴത്തിലുള്ള അറിവുള്ള ഡോക്ടർ ജയപ്രസാദ് സാർ നമ്മോടൊപ്പം തുടരുകയും ചെയ്യും വരുന്ന നാളുകളിൽ. എന്തായാലും അരുണാചലുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി ഒരു ചിട്ടയോടുകൂടി പറഞ്ഞു തരികയും ചെയ്തു. വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.